പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രോഗത്തിൻ്റെ മറവിൽ കേരളം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയൻ നടത്തിയ അമേരിക്കൻ യാത്രകളെക്കുറിച്ച് വി ഡി സതീശൻ സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാവണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 30 യാത്രകൾ വിജയൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അതിലെൻ്റെ സുഹൃത്തായിട്ടുള്ള MT തോമസ് വിവരാവകാശം ചോദിച്ചപ്പോൾ അതിൽ 8 വിവരം മാത്രമാണ് സതീശൻ സർക്കാർ പോലും പുറത്തു വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കും, വിജയൻ എത്ര തവണ പുറത്തേക്ക് വിദേശയാത്ര പോയി എന്ന് ചോദിച്ചു. അത് 30 നമുക്കറിയാം, 10-16 രാജ്യങ്ങളിൽ പോയി എന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ 8 മാത്രമാണ് സതീശൻ സർക്കാർ പോലും പുറത്തു പറയുന്നത്. എനിക്കറിയില്ല ഈ സതീശൻ സർക്കാരിന് വിജയനോട് ഇത്ര ഭയഭക്തി ബഹുമാനം എന്തിനാണ് എന്നെനിക്കറിയില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. ആ വിദേശയാത്രകൾക്ക് തന്ന പിന്നെ ചെലവ് സംബന്ധിച്ചിട്ട് നമ്മൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്തു. ഞാൻ തന്നെ അതിനകത്ത് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിജയൻ അമേരിക്കയിലേക്ക് നടത്തിയ 3 വിദേശയാത്രകൾ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. 3 വിദേശയാത്രകൾ അമേരിക്കയിലേക്ക് നടത്തിയത് ചികിത്സാർത്ഥമായിരുന്നു. ചികിത്സാർത്ഥം, മയോ ക്ലിനിക്കിലോ മറ്റോ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് എന്തോ മാരക രോഗമുണ്ട്, ആ രോഗത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് MT തോമസിന് കിട്ടിയ വിവരാവകാശ ചോദ്യത്തിൻ്റെ മറുപടിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു രോഗാവസ്ഥ, BPH എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥ, അതായത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്ന ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് വീങ്ങുന്ന 80 വയസ്സിൽ കൂടുതൽ 80 വയസ്സിൽ മേലുള്ള 80% ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു രോഗാവസ്ഥയ്ക്കുള്ള ചികിത്സയ്ക്കാണ് വിജയൻ അമേരിക്കയിൽ പോയത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കണക്കുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഈ 3 വിദേശയാത്രകൾക്കായി, യാത്രകളിൽ ചികിത്സക്കായി 88 ലക്ഷം രൂപ. യാത്രകൾ 3-ൽ 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് 46 ലക്ഷം രൂപ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 1,35 ലക്ഷം രൂപ. അതായത് ഈ 3 യാത്രകൾ ചികിത്സാർത്ഥം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഖജനാവിൽ നിന്ന് വിജയൻ 1,35 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്, റീംബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കണക്ക്. 3 യാത്രകളിൽ 2 യാത്രയുടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു യാത്രയും കൂടെ കിട്ടാനുണ്ട്. അതിന് വീണ്ടും ചോദ്യം അപ്പീൽ കൊടുത്തിട്ട് MT തോമസ് കാത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? വളരെ ലളിതമായിട്ടുള്ളൊരു രോഗാവസ്ഥ. ആ രോഗാവസ്ഥയ്ക്ക് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമൊക്കെ വളരെ ചുരുങ്ങിയ നിലയിൽ ചികിത്സ ലഭ്യമാണ്. വിദേശത്ത് പോകുന്നതിനെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. മാരകമായിട്ടുള്ള രോഗം ജനപ്രതികൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവർ വിദേശത്ത് പോകുന്നതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. പ്രായാധിക്യമുള്ളവരിൽ സർവ്വസാധാരണമായി കാണുന്ന ഈ രോഗാവസ്ഥ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ യൂറോളജിയുടെ മേഖലയിലെ വിദഗ്ധന്മാർ പറഞ്ഞത്, അവരെന്നോട് പറഞ്ഞു, ഇതൊരു ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 40,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ കൊണ്ട് ഈ ഓപ്പറേഷൻ വേണേൽ നടത്താം. ഇത് മെഡിക്കൽ കോളേജിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ 5,000 രൂപയിൽ താഴെ ചിലവ് മാത്രമേ ഈ BPH എന്ന് പറഞ്ഞിട്ടുള്ള ഈ രോഗാവസ്ഥയ്ക്കുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചിലവാകും. അതാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യൂറോളജി ഡോക്ടർ എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് ചെന്നാൽ 5,000 രൂപ താഴെ ചിലവാകും. ഇനി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെന്നാലോ 40,000 മുതൽ 1 ലക്ഷം രൂപ വരെ ചിലവാകുള്ളൂ. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം, അപ്പോൾ ഇയാൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു പിഴവ്, ഒരു തെറ്റെന്താണ്? ഇത്രയും വളരെ ലളിതമായിട്ടുള്ളൊരു രോഗാവസ്ഥയ്ക്ക് അമേരിക്കയിലേക്ക് അയാൾ പോവുകയും എൻ്റെ നിങ്ങളുടെയൊക്കെ നികുതി പണമായിട്ടുള്ള 1,35 ലക്ഷം രൂപ അയാൾ ഈടാക്കുകയും ചെയ്ത്. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ക്രിമിനൽ കുറ്റമാണ് ഇത്. അയാളുടെ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് തിരിച്ചീടാക്കേണ്ടതല്ലേ? ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണക്കാരൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 5,000 രൂപയിൽ താഴെ ചിലവ് മാത്രം വരുന്ന ഒരു സാധാരണ ശസ്ത്രക്രിയ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു രോഗാവസ്ഥ ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോവുകയും 1,35 ലക്ഷം രൂപ ചെലവഴിക്കുകയും അത് സർക്കാരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുകയാണ് വിജയൻ. അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക്?
ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് വിജയനിൽ നിന്ന് ഈടാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആലോചനയിലാണ് ഞാൻ. അതിലെന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാളുടെ രോഗാവസ്ഥ ഈ BPH ആണെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വിവരാവസ്ഥയിൽ മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രോഗാവസ്ഥ 5000 രൂപ താഴെ ഇവിടെ തീർക്കാം, അല്ലെ 40,000 രൂപ തീർക്കാം, അല്ലെ 1,00,000 രൂപ തീർക്കാമെന്നിരിക്കെ അയാൾ അവിടെ പോയതിന് കണക്ക് അയാൾ പറയേണ്ടി വരും. അത് സംസ്ഥാന സർക്കാർ പറയിപ്പിച്ചില്ലെങ്കിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഹൃത്തുക്കളെ, എനിക്കിവിടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനുള്ള വേറൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ വിജയൻ്റെ ഈ പോക്ക് ഇതിനു വേണ്ടിയായിരുന്നോ അതോ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് മറയായിട്ടാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എന്നെ ബാധിച്ചിരിക്കുന്നത്. കാരണം വിജയനുമായി ബന്ധപ്പെട്ട്, വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടൊക്കെ കേസുകൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SFIO അന്വേഷണം ഉണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങളിലൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഒരു ഘടകമുണ്ട് എന്നും പണം വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാതലായിട്ടുള്ള കാര്യമായിട്ടുള്ള സംശയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? വിജയൻ്റെ മകൻ വിവേക് തായ്ക്കണ്ടിയിൽ എന്ന് പറഞ്ഞ ഒരാൾ ഗൾഫിലുണ്ട്, അവൻ്റെ പേരിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. കാനഡയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ട്, ഉയർന്നു വന്നിരിക്കുകയാണ്. എക്സാലോജിക്ക് കാനഡയിൽ തുടങ്ങിയിരുന്നു, അത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഷോൺ ജോർജ് ഉയർത്തിയ ആരോപണമുണ്ട്, ഗൾഫിലുള്ള ഒരു വിദേശ ബാങ്കിൽ വീണയ്ക്കും സുനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കും കൂടെ ചേർന്നിട്ട് കോടികളുടെ നിക്ഷേപം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഷോൺ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും ലാവ്ലിൻ കമ്പനിയിൽ നിന്നുമൊക്കെ പണം ആ അക്കൗണ്ടിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഷോൺ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ വിജയൻ നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപങ്ങൾ അമേരിക്കയിലുണ്ടോ അത് വല്ലതും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ രോഗത്തിൻ്റെ മറവിൽ വിജയൻ അമേരിക്കയിലേക്ക് യാത്ര നടത്തിയത് എന്നുള്ള സംശയം ഉയർന്നാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് വിജയൻ്റെ അടുത്ത സഹാരിയായിട്ടുള്ള ഫാരിസ് അബൂബക്കറിന് വലിയ തോതിൽ നിക്ഷേപം അമേരിക്കയിലുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതിലൊരു പങ്ക് ഒരുപക്ഷെ വിജയനിലേക്കോ അല്ലെ മകളിലേക്കൊക്കെ കൈമാറിയിട്ടുണ്ടാവാം എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട്. ഒരു മതമേലധ്യക്ഷൻ വേറൊരു മതമേലധ്യക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനധികൃത പണമിടപാടിൽ വിജയനും കുടുംബവും ഒക്കെ പങ്കാളികളാണ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം ഈ മാസപ്പടി കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വേരുകൾ കള്ളപ്പണം വെളുപ്പിക്കലിലേക്കും ഗൾഫിലേക്കും കാനഡയിലേക്കുമൊക്കെ പരക്കുന്നതിൻ്റെ ഭാഗമായി ആ അന്വേഷണം അമേരിക്കയിലേക്ക് കൂടി വ്യാപിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ വിജയൻ ഒരു ചെറിയ രോഗാവസ്ഥ, ചില്ലറക്കാശിന് ശസ്ത്രക്രിയ നടത്തി തീർക്കാവുന്ന ഒരു രോഗാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ 1 അല്ല 2 അല്ല 3 തവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ വിജയൻ്റെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയർന്നാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അധികൃതരോട് പറയാനുള്ളത്, ഈ ഞാനിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ വിവരത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വിജയൻ നടത്തിയ അമേരിക്കൻ യാത്രകളെ കുറിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്, അവിടെ എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം വിജയൻ്റെ ദുരൂഹ അമേരിക്കൻ യാത്രകളുടെ പശ്ചാത്തലത്തിൽ നടത്തണം എന്നാണ് എനിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് എനിക്ക് പറയാനുള്ളത്. ഈ യാത്രകളിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം ഈ കേരള സർക്കാരും നടത്തേണ്ടതാണ്. പക്ഷേ അത് അവർ നടത്തുമോ എന്നെനിക്കറിയില്ല. നടത്താനുള്ള സാധ്യത ഒരു കുറവാണ്. അതുകൊണ്ടാണ് ഈ വിഷയം വിശദമായി ഈ പുറത്തു വന്ന പുതിയ വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ ഗൗരവമായി പരിശോധിക്കണം എന്നുള്ള അഭിപ്രായം ഈ അവസരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഈ കേസ് ആഴത്തിൽ പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.